പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മണ്ണോളം താഴ്ന്നവനേ, നിന്നെ വിണ്ണോളം വാഴ്ത്തുന്നു ഞാൻ. എള്ളോളമില്ലാത്തൊരെൻ്റെ മുന്നിൽ എല്ലാമായുള്ളവൻ നീയണഞ്ഞു. എല്ലാമായുള്ളവൻ നീയണഞ്ഞു. മണ്ണോളം താഴ്ന്നവനേ, നിന്നെ വിണ്ണോളം വാഴ്ത്തുന്നു ഞാൻ. വാഴ്ത്തുന്നു നിന്നെ, വണങ്ങുന്നു നിന്നെ. ആരാധനാ സ്തുതി സ്തോത്രങ്ങളാ. ആരാധനാ സ്തുതി സ്തോത്രങ്ങളാ. വാഴ്ത്തുന്നു നിന്നെ, വണങ്ങുന്നു നിന്നെ. ആരാധനാ സ്തുതി സ്തോത്രങ്ങളാ. ആരാധനാ സ്തുതി സ്തോത്രങ്ങളാ. പാപികളെ തേടിയാണ് ഈശോ വന്നത്. കരയുന്നവരെ അന്വേഷിച്ചാണ് ഈശോ സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നത്. ആരുടെയൊക്കെ മനസ്സ് വേദനിക്കുന്നുണ്ടോ, ആരുടെയൊക്കെ ഹൃദയം അസ്വസ്ഥമാകുന്നുണ്ടോ, അവരെയെല്ലാം ബലപ്പെടുത്താൻ, അവരെയെല്ലാം ശക്തിപ്പെടുത്താൻ ഇതാ സർവശക്തനായവൻ മണ്ണിൽ അവതരിക്കുന്നു. അവൻ കൂടെ ഉണ്ടായിരുന്നവരുടെ അരികിൽ വന്ന് പാദം കഴുകാൻ പോലും തന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു. സ്വർഗത്തിൻ്റെ രാജകുമാരൻ തന്നെ തന്നെ താഴ്ത്തുന്നു ഭൂമിയോളം. എത്രത്തോളം തന്നെ തന്നെ എളിമപ്പെടുത്താവോ അത്രയും എളിമപ്പെടുത്തി തൻ്റെ പ്രിയപ്പെട്ടവരുടെ പാദങ്ങൾ കഴുകിയ അതേ ഗുരു, അതേ ദൈവം മനുഷ്യർക്ക് അപ്പമായി അവൻ തീർന്നു. കൂടെ ആയിരിക്കാൻ, ധൈര്യം പകരാൻ, ശക്തി പകരാൻ, എത്രത്തോളം തന്നെ തന്നെ പങ്കുവെച്ചു കൊടുക്കാൻ അവിടുത്തേക്കാകുമോ അത്രയും ഇതാ അവിടുന്ന് തന്നെ തന്നെ വിട്ടുകൊടുക്കുന്നു. ദിവ്യകാരുണ്യമായി ഒരുപാട് സ്നേഹത്തോടെ ഇന്നിതാ നമ്മുടെ കൂടെ നമ്മുടെ ഈശോ നിൽക്കുന്നു. നമ്മളെ സ്നേഹിക്കാൻ, കൂടുതൽ ധൈര്യം തരാൻ, ബലം പകരാൻ, കൂടുതൽ ശക്തി കൊണ്ട് നമ്മെ നിറയ്ക്കാൻ ഇതാ ദിവ്യകാരുണ്യ ഈശോ താഴ്ന്നിറങ്ങി വന്നവൻ, സ്വർഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവൻ നമ്മുടെ കൂടെ. ഈശോയെ മനസ്സ് തുറന്ന് നമുക്ക് ആരാധിക്കാം. സാധിക്കുമെങ്കിൽ ഈശോയുടെ മുഖത്തേക്ക് നോക്കി കണ്ണുകൾ അടച്ച് നമുക്ക് ഈശോയെ ആരാധിക്കാം. ഹൃദയപൂർവം നാഥനോട് കൂടെ നിൽക്കാം. മഹീതിൽ മനുഷ്യനായി മണ്ണിൽ ജീവന്റെ മന്നയായി. മഹീതിൽ മനുഷ്യനായി മണ്ണിൽ ജീവന്റെ മന്നയായി. ഇന്നലെ നീ എൻ്റെ പാദം കഴുകി. ഇന്നലെ നീ എൻ്റെ പാദം കഴുകി. ഇന്നെൻ്റെ മേശമേൽ അപ്പമായി. ഇന്നെൻ്റെ മേശമേൽ അപ്പമായി. മണ്ണോളം താഴ്ന്നവനേ, നിന്നെ വിണ്ണോളം വാഴ്ത്തുന്നു ഞാൻ.
സ്തുതി സ്തോത്രങ്ങളാ ആരാധനാ സ്തുതി സ്തോത്രങ്ങളാ. ഈശോയുടെ മുൻപിൽ നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷത്തിന് വകയുണ്ട്. കാരണം അവൻ നമ്മുടെ കുറവുകളിലേക്ക് നോക്കിയിട്ടില്ല. അവിടുന്ന് ഒരിക്കലും നമ്മെ മാറ്റി നിർത്തിയിട്ടില്ല. നൂറ്റാണ്ടുകൾക്ക് മുൻപ് യെശയ്യാ പ്രവചിച്ചതെല്ലാം തൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റുവാങ്ങുകയായിരുന്നു. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്രിക്കുന്നവരുടെ മുൻപിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. എത്രമാത്രം നിന്ദനങ്ങൾ ഏൽക്കേണ്ടി വന്നിട്ടും എത്രയധികം സഹിക്കേണ്ടി വന്നിട്ടും ഒരു വാക്കുപോലും എതിർത്ത് പറയാതെ പരിപൂർണ നിശബ്ദത പാലിച്ച് പിതാവിൻ്റെ ഹിതത്തിന് പൂർണ്ണമായും കീഴ്വഴങ്ങി ജീവിതം ഇതാ കുരിശിൽ ബലിയായി സമർപ്പിച്ചു ഈശോ. എന്നിട്ടോ ജീവൻ സമർപ്പിച്ച് പാപങ്ങൾ മുഴുവനും കഴുകിക്കളഞ്ഞ് നമ്മെ അവിടുത്തേത് മാത്രമാക്കി മാറ്റുന്നു. നമ്മെ അവിടുത്തേത് മാത്രമാക്കി മാറ്റുന്നു. എത്ര വലിയ പാപം ചെയ്തിട്ടുണ്ടെങ്കിലും ആ കുരിശിലെ സമർപ്പണത്താൽ, ആ കുരിശിലെ യാഗത്താൽ ജീവിതത്തെ മുഴുവനും അവിടുന്ന് അവിടുത്തേതാക്കി മാറ്റുന്നു. ഈശോയുടേതാക്കി മാറ്റുന്നു നമ്മെ എല്ലാവരെയും. ഈശോയെ, ആ വലിയ സ്നേഹത്തെ ഞാനിതാ ഓർക്കുന്നു. നിന്റെ സ്നേഹത്തിൻ്റെ പ്രവൃത്തി എന്നതിനേക്കാൾ നിന്റെ സ്നേഹത്തെ ഞാൻ ഓർക്കുന്നു. കുരിശിൽ എനിക്ക് വേണ്ടി മരിക്കാൻ നീ കാണിച്ച വലിയ സ്നേഹം ഞാൻ ഓർക്കുന്നു ഈശോയെ. കുരിശിൽ മരിക്കാൻ നിന്നെ പ്രേരിപ്പിച്ച സ്നേഹം ഞാൻ മനസ്സിൽ സ്വീകരിക്കുന്നു ഈശോയെ. ആ സ്നേഹത്തിൽ ആനന്ദിക്കാൻ, ആ സ്നേഹത്തിൽ സംതൃപ്തി അടയുവാൻ, ആ സ്നേഹത്തിൽ ആനന്ദിക്കുവാൻ ഞാനിതാ തിരുമുൻപിൽ നിൽക്കുന്നു. യേശുവേ, എൻ്റെ പാപങ്ങൾ കഴുകിക്കളയാൻ, എന്നെ വിശുദ്ധീകരിക്കാൻ കുരിശിൽ ബലിയായി തീർന്ന അങ്ങേ ഞാൻ ആരാധിക്കുന്നു ഈശോയെ. മണ്ണോളം നീ താഴ്ന്നുവെങ്കിൽ, നിന്നെ തന്നെ താഴ്ത്തിയെങ്കിൽ ആകാശത്തോളം നിന്നെ ഞാൻ ഉയർത്തുന്നു. നിന്റെ നാമത്തെ ഞാൻ വാഴ്ത്തുന്നു. നിന്റെ നാമത്തെ ഞാൻ സ്തുതിക്കുന്നു ഈശോയെ. നിന്റെ നാമത്തെ ഞാൻ ആരാധിച്ചു മഹത്വപ്പെടുത്തുന്നു ഈശോയെ. നമുക്ക് ആരാധിച്ചുകൊണ്ട് പാടാം. കുരിശിതിൽ കരുണയായി എന്നിൽ ജീവന്റെ അപ്പമായി. ഈശോയെ, കുരിശിതിൽ കരുണയായി എന്നിൽ ജീവന്റെ അപ്പമായി. അങ്ങനെ നീ എൻ്റെ പാപം കഴുകി, അങ്ങനെ നീ എൻ്റെ പാപം കഴുകി. എന്നുമെൻ ജീവനിൽ ജീവനായി, ഈശോയെ, എന്നുമെൻ ജീവനിൽ ജീവനായി. മണ്ണോളം താഴ്ന്നവനേ, നിന്നെ വിണ്ണോളം വാഴ്ത്തുന്നു ഞാൻ. കരങ്ങൾ തുറന്നു പിടിച്ചു പാടാം. എള്ളോളമില്ലാത്തൊരെന്റെ മുന്നിൽ എല്ലാമായുള്ളവൻ നീയണഞ്ഞു, എല്ലാമായുള്ളവൻ നീയണഞ്ഞു. ഈശോയെ, മണ്ണോളം താഴ്ന്നവനേ, ഈശോയെ, നിന്നെ വിണ്ണോളം വാഴ്ത്തുന്നു ഞാൻ. വാഴ്ത്തുന്നു നിന്നെ, വണങ്ങുന്നു നിന്നെ. ആരാധനാ സ്തുതി സ്തോത്രങ്ങളാ ആരാധനാ സ്തുതി സ്തോത്രങ്ങളാ. വാഴ്ത്തുന്നു നിന്നെ, വണങ്ങുന്നു നിന്നെ. ആരാധനാ സ്തുതി സ്തോത്രങ്ങളാ ആരാധനാ സ്തുതി സ്തോത്രങ്ങളാ. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും
ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവനെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തുവെന്ന് നാം കരുതി. നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു. അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. ദേഹം മുഴുവൻ തകർക്കപ്പെടാൻ വിട്ടുകൊടുത്ത ഈശോ ഒരിഞ്ച് സ്ഥലം പോലുമില്ലാതെ മുഴുവൻ ശരീരവും അടികളാൽ തകർന്നിട്ടുണ്ട്, മുറിഞ്ഞിട്ടുണ്ട്. രക്തം മുഴുവനും വാർന്നൊഴുകിയിട്ടുണ്ട്. സഹിച്ചത് മുഴുവൻ എനിക്ക് സൗഖ്യം തരാൻ വേണ്ടി മാത്രം. ഈശോ സഹിച്ചത് മുഴുവൻ എനിക്ക് വേണ്ടി അപ്പമായി തീരാൻ വേണ്ടി മാത്രം. തന്നെ തന്നെ മുറിച്ചു നൽകിയത് എൻ്റെ വിശപ്പടക്കാൻ, എൻ്റെ ദാഹം അകറ്റാൻ, എൻ്റെ രോഗങ്ങൾ നീക്കാൻ, എൻ്റെ പാപങ്ങളിൽ നിന്ന് എന്നെ സുഖപ്പെടുത്താൻ. ഇതാ ഈശോ ദിവ്യകാരുണ്യം എൻ്റെ അരികിൽ രണ്ട് കൈകളും നമുക്കൊന്ന് ഉയർത്തിപ്പിടിച്ച്, നല്ല ദൈവത്തെ, എനിക്ക് വേണ്ടി മുറിഞ്ഞ, എനിക്ക് വേണ്ടി സഹിച്ച, എനിക്ക് വേണ്ടി അപ്പമായി തീർന്ന, എൻ്റെ കൂടെ ഇരിക്കാൻ ഇഷ്ടപ്പെട്ട അരികിലേക്ക് വന്ന ആ ഈശോയെ ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് നമുക്കൊന്നിച്ച് ആരാധിക്കാം, സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. യേശുവേ ആരാധന. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. യേശുവേ ആരാധന, യേശുവേ ആരാധന. സ്വർഗത്തിന്റെ രാജകുമാരൻ തൻ്റെ പ്രിയപ്പെട്ടവരുടെ അരികിലേക്ക് വന്നപ്പോൾ ഒരേ ഒരു ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. വേദനകളിൽ നിന്ന്, നൊമ്പരങ്ങളിൽ നിന്ന്, ഇല്ലായ്മകളിൽ നിന്ന് തൻ്റെ പ്രിയപ്പെട്ടവരെ കൈ പിടിച്ചുയർത്തണം. ആരുടെയൊക്കെ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ, ജീവൻ തിരിച്ചു കൊടുക്കണം, അത് സമൃദ്ധമായി. ആരൊക്കെ വിശന്ന് വലയുന്നുണ്ടോ അവർക്ക് സംതൃപ്തി കൊടുക്കണം, അവരുടെ വിശപ്പകറ്റണം, അവരുടെ ദാഹം ശമിപ്പിക്കണം. ഇതായിരുന്നു ഈശോയുടെ ആഗ്രഹം. അതിനു വേണ്ടിയിട്ടാണ് സ്വർഗത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് ഈശോ വന്നത്. ആ ഈശോയുടെ മുൻപിൽ മനസ്സിൻ്റെ എല്ലാ ഇല്ലായ്മകളും, ജീവിതത്തിൻ്റെ എല്ലാ സ്വകാര്യ ദുഃഖങ്ങളും നമുക്കൊന്ന് പങ്കുവെക്കണം, നമുക്കൊന്ന് പകർന്നു കൊടുക്കണം. നായിമിലെ വിധവ തൻ്റെ ഏക മകൻ മരിച്ചിട്ട് മൃതസംസ്കാര ശുശ്രൂഷയ്ക്കായി പോകുന്ന വേളയിൽ കരഞ്ഞുകൊണ്ട് പോകുന്ന ആ സഹോദരിയുടെ അടുത്ത് ഇതാ ഈശോ ചെല്ലുകയായി. തൻ്റെ ഏക മകൻ വേർപെട്ടതിൻ്റെ വേദന താങ്ങാൻ പറ്റാതെ മുന്നോട്ട് നീങ്ങിയ ആ സഹോദരിയുടെ അടുത്ത് ഈശോ ചെന്നിട്ട് പറഞ്ഞു, കരയണ്ട, കരയണ്ട. അധികം ഒന്നും ഈശോ പറഞ്ഞില്ല. കരയണ്ട മോളെ, കരയണ്ട. യുവാവിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഈശോ പറഞ്ഞു, യുവാവേ എഴുന്നേൽക്ക്, യുവാവേ എഴുന്നേൽക്ക്. മരിച്ചവന് ജീവൻ കൊടുത്ത് ഇതാ വേദനിച്ച മകളുടെ കണ്ണുനീര് എന്നേക്കുമായി ഈശോ ഒപ്പിയെടുക്കുന്നു, ഈശോ ഒപ്പിയെടുക്കുന്നു. ആരൊക്കെ കണ്ണ് നിറഞ്ഞിട്ട് അവിടുത്തെ സന്നിധിയിൽ വന്നു നിൽക്കുന്നുണ്ടോ അവർക്കെല്ലാം ഒരു പുതിയ ശക്തി നല്ല ഈശോ ഇപ്പോൾ നൽകുകയാണ്. ഈ ദിവ്യകാരുണ്യത്തിൽ നിന്ന് സ്വർഗത്തിൻ്റെ ശക്തി ഇപ്പോൾ കടന്നു വരികയാണ്. മുറിഞ്ഞ് മുറിഞ്ഞ് ഇനി മുറിയാനിടമില്ല എന്ന് പറയുന്ന ഏതൊരു ഹൃദയത്തിലേക്കും ഈശോ തൻ്റെ ആശ്വാസം
പകർന്നു നൽകുന്ന സമയമാണിത്. അവിടുന്ന് രക്തം ചിന്തിയതും ശരീരം തകർന്നു പോകാൻ വിട്ടുകൊടുത്തതും കരയുന്നവർക്ക് ആശ്വാസം പകരാൻ വേണ്ടി മാത്രം, വേദനിക്കുന്നവർക്ക് ബലം പകരാൻ വേണ്ടി മാത്രം ഈശോയുടെ അരികിൽ വിശ്വാസത്തോടെ നമുക്ക് നിൽക്കാം. ശക്തി സംഭരിക്കുവോളം ആശ്രയം വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സങ്കീർത്തകൻ പ്രാർത്ഥിച്ചില്ലേ, സ്വർഗത്തിൽ അങ്ങല്ലാതെ ആരാണ് എനിക്കുള്ളത്? ഭൂമിയിൽ അങ്ങയല്ലാതെ മറ്റാരെയും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതേ കർത്താവേ, അവിടുന്ന് മാത്രം ഞാൻ ആശ്രയം വയ്ക്കുന്നു. എനിക്ക് വേണ്ടി രക്തം ചിന്തിയതും എനിക്ക് വേണ്ടി അവിടുന്ന് മുറിഞ്ഞതും ദേഹം മുഴുവൻ ഒരു മുറിവ് പോലെ ആയി മാറിയതും എനിക്ക് വേണ്ടിയായിരുന്നല്ലോ, എന്നെ സുഖപ്പെടുത്താനായിരുന്നല്ലോ. ദേഹം മുഴുവൻ ചതവുകളും ക്ഷതങ്ങളും മുറിവുകൾ കൊണ്ടും നിറഞ്ഞപ്പോഴും ശരീരം മുഴുവൻ എനിക്ക് ഭക്ഷിക്കാൻ പാകത്തിന് തന്ന വലിയ സ്നേഹം ഓർക്കുന്നു ഈശോയെ, ധ്യാനിക്കുന്നു ഈശോയെ, സ്വീകരിക്കുന്നു ഈശോയെ. ഈ സ്നേഹത്താൽ എന്നെ വീണ്ടും സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തളർന്നിട്ടുണ്ട് ഞാൻ, എൻ്റെ ബലം ക്ഷയിച്ചു പോയിട്ടുണ്ട്, എൻ്റെ ശരീരം വേദനിക്കുന്നുണ്ട്. ഒറ്റയൊരു ആശ്രയം അങ്ങ് മാത്രം. കൈകളൊന്ന് യാചനാപൂർവം തുറന്നു പിടിച്ച് സ്വർഗത്തിന്റെ ശക്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. എനിക്ക് വേണ്ടി രക്തം ചിന്തിയവനെ, എനിക്ക് വേണ്ടി രക്തം ചിന്തിയ എൻ്റെ ഈശോയെ, സൗഖ്യം തരാൻ, ബലം പകരാൻ മനസ്സാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഈശോ തരുന്ന സൗഖ്യം നമുക്ക് സ്വീകരിക്കാം ഈ സമയം. എനിക്കായി മുറിഞ്ഞ നാഥ, ഈശോയെ, എനിക്കായി തകർന്ന നാഥ, ഈശോയെ, എനിക്കായി രക്തം ചൊരിഞ്ഞ നാഥ, എനിക്കായി മരിച്ച നാഥ, ഈശോയെ നോക്കിക്കൊണ്ട് പാടാം. എനിക്കായി മുറിഞ്ഞ നാഥ, എനിക്കായി മുറിഞ്ഞു ഈശോ, എനിക്കായി തകർന്ന നാഥ, തകർന്നിട്ടുണ്ട് ഈശോ എനിക്കായി, എനിക്കായി രക്തം ചൊരിഞ്ഞ നാഥ, എനിക്കായി മരിച്ച നാഥ. ഈശോയോട് പറയണം, ഈശോയെ, മനസ്സിൽ മുഴുവൻ വേദനകളുണ്ട്, ആരോടും പറയാത്ത വേദനകളുണ്ട്, ശരീരത്തിൽ മുഴുവൻ രോഗാവസ്ഥയുണ്ട്, ആത്മാവിൽ മുഴുവനും പാപക്കറകളുണ്ട്. ഈശോയെ, അങ്ങ് മുറിഞ്ഞതും അങ്ങ് സഹിച്ചതും എനിക്ക് വേണ്ടിയാണല്ലോ, എനിക്ക് വേണ്ടിയാണല്ലോ. കുരിശിൽ ബലിയായി തീർന്നതും എനിക്ക് വേണ്ടിയാണല്ലോ. ഈശോയെ, സൗഖ്യം തരാൻ മനസ്സാകണേ, സൗഖ്യം തരാൻ മനസ്സാകണേ. കൈകൾ രണ്ടും ഈശോയുടെ അരികിലേക്ക് നന്നായി നീട്ടിപ്പിടിച്ച് സൗഖ്യം തരണമേ എന്ന പ്രാർത്ഥന സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്തണം. ഈശോയ്ക്ക് മാത്രമേ സൗഖ്യം തരാൻ പറ്റൂ, ഈശോയ്ക്ക് മാത്രമേ മനസ്സ് വായിക്കാൻ കഴിയൂ, ഈശോയ്ക്ക് മാത്രമേ നിനക്ക് ശക്തി പകരാൻ കഴിയൂ. എനിക്കായി മുറിഞ്ഞ നാഥ, ഒന്നുകൂടെ നമുക്കൊന്ന് പാടാം ആ വരികൾ. എനിക്കായി മുറിഞ്ഞ നാഥ, യേശുവേ, എനിക്കായി തകർന്ന നാഥ, എനിക്കായി രക്തം ചൊരിഞ്ഞ നാഥ, എനിക്കായി മരിച്ച നാഥ, ഒന്നുകൂടെ പാടാം, ഒരുമിച്ച് പാടാം നമുക്ക്. എനിക്കായി മുറിഞ്ഞ നാഥ, യേശുവേ, എനിക്കായി തകർന്ന നാഥ, യേശുവേ, എനിക്കായി രക്തം ചൊരിഞ്ഞ നാഥ, എനിക്കായി മരിച്ച നാഥ. കൈകൾ നമുക്ക് കൂപ്പിപ്പിടിക്കാം. എൻ്റെ ഈശോയുടെ ഹൃദയം എല്ലാ ഹൃദയങ്ങളെക്കാളും വിശാലമാണ്. എൻ്റെ ഈശോയുടെ ഹൃദയം എല്ലാവരെയും ഉൾക്കൊള്ളുന്നതാണ്. എൻ്റെ ഈശോയുടെ ഹൃദയം ബലമുള്ളതാണ്. ഏതൊരു വ്യക്തിയെയും ഉൾക്കൊള്ളാൻ,
ഏതൊരു മകനെയും മകളെയും സ്വന്തമാക്കാൻ ആ ഹൃദയത്തിൽ ഇടമുണ്ട്, ആ ഹൃദയത്തിൽ സ്ഥാനമുണ്ട് നമുക്ക്. ദിവ്യകാരുണ്യം, എൻ്റെ ഈശോ, എൻ്റെ ഈശോ, ഹൃദയത്തിൽ എന്നെ ഒളിപ്പിച്ചു വെക്കണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. തിരുഹൃദയത്തിലെ തിരുമുറിവിനുള്ളിൽ എന്നെയും മറച്ചു പിടിക്കണേ ഈശോയെ എന്ന്, എന്നെയും ഒളിപ്പിച്ചു നിർത്തണമേ ഈശോയെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം സമ്മാനിക്കുന്ന മുറിവുകളിൽ നിന്ന്, ലോകം വച്ചു നീട്ടുന്ന സന്തോഷങ്ങളിൽ നിന്ന്, സുഖങ്ങളിൽ നിന്ന് എന്നെ ഒളിപ്പിച്ചു നിർത്തണമേ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. തിരുനെഞ്ച് കുത്തിപ്പിളർക്കപ്പെടാൻ വിട്ടുകൊടുത്തത് സഹോദര സഹോദരി എനിക്കും നിനക്കും വേണ്ടിയിട്ടാണ്, ആ ഹൃദയത്തിൽ ഇടം തരാൻ വേണ്ടിയിട്ടാണ്. പ്രാർത്ഥിക്കാം ആത്മാർത്ഥമായി. ഈ തിരുഹൃദയത്തിൽ എന്നെയും ഒളിപ്പിച്ചു നിർത്തണമേ എന്ന്, ലോകമോഹങ്ങളിലേക്ക് വീഴാൻ ഇടയാക്കല്ലേ എന്ന്, മറ്റൊരിടത്തേക്കും ആശ്വാസം തേടി, സന്തോഷം തേടി, സ്നേഹം തേടി പോകാൻ എന്നെ അനുവദിക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഈ സമയം. ഈശോ, നീ പ്രാർത്ഥിക്കുന്നത് എന്തും കേൾക്കാൻ നിന്റെ മുൻപിലുള്ള സമയം. ദിവ്യകാരുണ്യം, നീ പറയുന്നത് മുഴുവൻ കേൾക്കാൻ നിന്റെ അടുത്ത് നിൽക്കുന്ന സമയം. ഈശോയോട് പറയാം, ഈശോയെ എന്നെ സുഖപ്പെടുത്താൻ, ഈശോയെ എന്നെ ശക്തിപ്പെടുത്താൻ, ലോകത്തിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ, തിന്മയിൽ നിന്ന് എന്നെ മോചിപ്പിക്കാൻ മനസ്സാകണമേ എന്ന് നമുക്കുള്ളു നുറുങ്ങി പ്രാർത്ഥിക്കാം. ഒരിക്കൽ കൂടെ രണ്ട് കൈകളും സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച്, ലോകത്തിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എന്ന്, ലോകമോഹങ്ങളിൽ നിന്ന് എന്നെ മോചിപ്പിക്കണമേ എന്ന്, ലോകം സമ്മാനിച്ച വേദനകളിൽ നിന്ന് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ച് ഏതാനും സമയം എനിക്ക് വേണ്ടി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന, അപ്പമായി തീർന്ന, എനിക്ക് വേണ്ടി സ്വയം ഇല്ലാതെയാക്കിയ എൻ്റെ ഈശോയെ ഏതാനും സമയം ഒരുമിച്ച് നമുക്കൊന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സുഖപ്പെടുത്താതെ പോകരുതേ, ദിവ്യ സ്നേഹസ്പർശം നൽകണമേ. സുഖപ്പെടുത്താതെ പോകരുതേ, ദിവ്യ സ്നേഹസ്പർശം നൽകണമേ. സുഖപ്പെടുത്താതെ പോകരുതേ, ദിവ്യ സ്നേഹസ്പർശം നൽകണമേ. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ മനസ്സാ നമുക്കൊരുങ്ങാം. പ്രാർത്ഥനകളെല്ലാം തിരുമുൻപിൽ സമർപ്പിച്ച് ആശീർവദിക്കണേ ഈശോയെ. സ്വർഗത്തിൽ നിന്നാഗതമാം ജീവൻ നൽകുമോരപ്പം നീ, മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ. മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ, ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ, സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. പരിശുദ്ധ ശരീരത്താലും
വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവത്തെ വാഴ്ത്തിടുവിൻ, ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാതൻ പൂജിതമാം തിരുനാമം വാഴ്ത്തിടുവിൻ. സ്നേഹത്തിൻ ഉറവിടമാം തിരുഹൃദയം വാഴ്ത്തിടുവിൻ. പീഠത്തിൽ വാണരുളും മിശിഹായെ വാഴ്ത്തിടുവിൻ. രക്ഷകനാം മിശിഹാതൻ ദിവ്യനിണം വാഴ്ത്തിടുവിൻ. വരനിരയാലൊളിവിതറും ദൈവാത്മാവിനെ വാഴ്ത്തിടുവിൻ. ദൈവത്തിൻ മാതാവാ കന്യാമേരിയെ വാഴ്ത്തിടുവിൻ. മറിയത്തിൻ നിർമ്മലമാ ഉത്ഭവം വാഴ്ത്തിടുവിൻ. സ്വർഗാരോപിത മാതാവിൻ തിരുനാമം വാഴ്ത്തിടുവിൻ. നിർമ്മലയാം കന്യകതൻ വല്ലഭനെ വാഴ്ത്തിടുവിൻ. സിദ്ധരിലും ദൂതരിലും ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവത്തെ വാഴ്ത്തിടുവിൻ. ദൈവനാമം വാഴ്ത്തിടുവിൻ. ദൈവവും മനുജനുമാ മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ. മിശിഹാനാഥനെ വാഴ്ത്തിടുവിൻ.